തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്തായി കൂടുതൽ ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഊർജ്ജ സുരക്ഷ, നിക്ഷേപം, വ്യാപാര പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് നിരവധി പ്രധാന തീരുമാനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന പെട്രോളിയം സംഭരണത്തിൽ 30 മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ സംഭരിക്കാൻ UAE തയ്യാറായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലേക്ക് നടത്തിയ ഗൃഹസ്വ സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ നിർണായക തീരുമാനം പുറത്തുവന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് പ്രധാന ചർച്ചകൾ നടന്നത്. ഇരു നേതാക്കളും വിവിധ വിഷയങ്ങളിൽ വിശദമായി ചർച്ച നടത്തി. അതിനുശേഷമാണ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയത്. ലോകമെമ്പാടും എണ്ണ വിപണിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സമയത്താണ് ഈ കരാർ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ കൂടുന്ന സാഹചര്യത്തിൽ എണ്ണ വിതരണത്തിൽ തടസ്സം സംഭവിക്കുമോ എന്ന ആശങ്ക പല രാജ്യങ്ങൾക്കുമുണ്ട്. ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഇന്ത്യയുടെ വലിയൊരു ഭാഗം ഊർജ്ജ ആവശ്യങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന എണ്ണയെ ആശ്രയിച്ചാണ്. ഈ സാഹചര്യത്തിലാണ് UAE ഇന്ത്യക്ക് വലിയ പിന്തുണ നൽകാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ തന്ത്രപ്രധാന എണ്ണ സംഭരണികളിൽ 30 മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ സംഭരിക്കാൻ UAE സമ്മതിച്ചു. ഇതോടെ ഭാവിയിൽ ആഗോള വിപണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇന്ത്യക്ക് ആവശ്യമായ എണ്ണ ലഭിക്കാൻ സഹായകരമാകും. ഇന്ത്യയിലെ തന്ത്രപ്രധാന പെട്രോളിയം സംഭരണികൾ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളതാണ്. യുദ്ധം, പ്രകൃതി ദുരന്തം, അന്താരാഷ്ട്ര പ്രതിസന്ധി എന്നിവ കാരണം എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ രാജ്യത്തിന് കുറച്ചു മാസത്തേക്ക് ആവശ്യമായ ഇന്ധനം ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇപ്പോൾ UAEയുടെ സഹകരണത്തോടെ ഈ സംഭരണികളിൽ കൂടുതൽ ശക്തമാവുകയാണ്. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും തമ്മിലുള്ള കരാറിനെയും ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്തു. ഈ കരാർ വഴി ഇന്ത്യയും UAEയും തമ്മിലുള്ള ഊർജ്ജ ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതോടൊപ്പം ഇന്ത്യയിൽ ഗ്യാസ് സംഭരണികൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടന്നു. ഭാവിയിൽ പ്രകൃതിവാതകത്തിന്റെ ആവശ്യകത കൂടുമെന്ന് കണക്കിലെടുത്താണ് ഈ നീക്കം. ഇന്ത്യയിൽ കൂടുതൽ സുരക്ഷിതമായ ഗ്യാസ് സംഭരണികൾ സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും തമ്മിലുള്ള ദീർഘകാല LPG വിതരണ കരാറിനെയും നേതാക്കൾ സ്വാഗതം ചെയ്തു. വീട്ടുപയോഗ ഗ്യാസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഇന്ത്യക്ക് സ്ഥിരമായി വിതരണം ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ഇത് നേരിട്ട് സ്വാധീനിക്കുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് UAE ഏറെ പ്രധാനപ്പെട്ട പങ്കാളിയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അസംസ്കൃത എണ്ണ മാത്രമല്ല, LNG, LPG തുടങ്ങിയ മേഖലകളിലും UAE ഇന്ത്യക്ക് പ്രധാന വിതരണ രാജ്യങ്ങളിലൊന്നാണ്. ഭാവിയിലെ ഈ ബന്ധം കൂടുതൽ വ്യാപിക്കാനാണ് ഇരു രാജ്യങ്ങളും ആലോചിക്കുന്നത്. ഊർജ്ജ മേഖലയ്ക്ക് പുറമെ സാമ്പത്തിക രംഗത്തും വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. ഇന്ത്യയിൽ $5 മില്യൺ നിക്ഷേപം നടത്തുമെന്ന് UAE അറിയിച്ചു. ബാങ്കിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലാണ് ഈ നിക്ഷേപം എത്തുക. ഇത് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോഡുകൾ, തുറമുഖങ്ങൾ, വ്യാവസായിക പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ പുതിയ വികസനങ്ങളും ഈ നിക്ഷേപം വഴി സാധ്യതകൾ ഉണ്ടാക്കും. പ്രതിരോധ മേഖലയിലും ഇന്ത്യയും UAEയും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ തീരുമാനമായി. സമുദ്ര സുരക്ഷ, കപ്പൽ നിർമ്മാണം, ആധുനിക സാങ്കേതിക വിദ്യ, അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ പുതിയ കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യയും UAEയും തമ്മിലുള്ള സുരക്ഷാ സഹകരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, കടൽ സുരക്ഷ, രഹസ്യാന്വേഷണ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അബുദാബി സന്ദർശനം നടന്നത് പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ തുടരുന്ന സമയത്താണ്. ചില രാജ്യങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും ആക്രമണങ്ങളും കാരണം മേഖലയിൽ സ്ഥിതി ഇപ്പോഴും ആശങ്കാജനകമാണ്. ചർച്ചയ്ക്കിടെ UAEക്കെതിരെ നടന്ന അക്രമങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. UAE ജനങ്ങളോടും ഭരണകൂടത്തോടും ഇന്ത്യ പൂർണ്ണമായി പിന്തുണ അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ സാധാരണ സൗഹൃദ ബന്ധം മാത്രമല്ല, സാമ്പത്തികം, സുരക്ഷ, സാങ്കേതിക വിദ്യ, ഊർജ്ജം, നിക്ഷേപം തുടങ്ങിയ പല മേഖലകളിലേക്കും അത് വ്യാപിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസവും സഹകരണവും വർഷങ്ങളായി വളർന്നു വന്നതാണ്. ഇപ്പോഴത്തെ കരാറുകൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ശക്തമാക്കുന്നതിനൊപ്പം ഭാവിയിലെ വലിയ പ്രതിസന്ധികളെ നേരിടാനും സഹായിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.